ബൈത്തുൽ മുഖദ്ദസില് ഒരു പെണ്ണ് റജബ് മാസം ആഗതമായ പ്രത്യേകമായ ഒരു ആത്മീയ ആവേശത്തിലായിരുന്നു. പ്രത്യേകമായ ഒരു ആത്മീയ ആവേശം. റജബായി കഴിഞ്ഞാൽ സാധാരണ മറ്റു മാസങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ ആ സ്ത്രീ ഉപയോഗിച്ചിരുന്ന വസ്ത്രം, ആ വസ്ത്രം നല്ല വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളതിൽ നിന്ന് പഴയ വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു ആത്മീയത ഉണ്ടാവാം, ഞാനൊരു പാവമാണ് എന്ന് തോന്നാൻ വേണ്ടി, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു വിനയമുണ്ടാവാൻ വേണ്ടി പഴയ വസ്ത്രങ്ങൾ എടുത്ത് പുതിയ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ആ ഉമ്മ ഇങ്ങനെ ദ്വാരക്കും റജബിന് ബർക്കത്ത് കിട്ടാൻ വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. അങ്ങനെ ദിക്റും സ്വലാത്തും ഒരു 12 ഖുൽഹുവല്ലാഹു അഹദ് ആ ഉമ്മയുടെ ജീവിതത്തിൽ റജബായാൽ പതിവാക്കാറുണ്ട് എന്ന് കാണാം. പ്രത്യേകം അയ്യപ്പത്ത് പറയുന്നുണ്ട്, വിശുദ്ധമായ റജബ മാസത്തിൽ ഓരോ ദിവസവും ഖുൽഹുവല്ലാഹു അഹദ് സൂറത്തിൽ 100 തവണയെങ്കിലും പതിവാക്കണമെന്ന് ധാരാളം അഅ്മാലുകൾ കിതാബുകളിൽ, അദ്കാറിന്റെ ദിക്റുകളുടെ ക്രോഡീകരണ സമാഹരണ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അള്ളാഹു നല്ലതൊക്കെ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഖുൽഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇങ്ങനെ പെരുപ്പിക്കുകയും ദിക്റിലും സ്വലാത്തിലും ഫിക്റിലും സൗമിലും ഖിറാഅത്തിലുമായി ബൈബിൾ മുഖദ്ദസിലുള്ള ഈ പെണ്ണ് റജബിനെ വല്ലാതെ ആദരിക്കും. എന്നിട്ട് ആ ഉമ്മ അവരുടെ മകനോട് പറഞ്ഞു, മോനെ, ഞാന് ഒരു നിസ്കാര കുപ്പായം എന്നെ കഫൻ ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പഴയ നിസ്കാര കുപ്പായുണ്ട്, അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഇന്നാരെന്ന സ്ഥലത്ത് വെക്കണം. എന്നിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാര കുപ്പായത്തിലാവണം എന്നെ കഫൻ ചെയ്യേണ്ടത് എന്ന് നിന്നോട് എനിക്ക് വസിയത്തുണ്ട് എന്ന് ആ നല്ല ഉമ്മ ആ പൊന്നമോനോട് പറഞ്ഞു. അങ്ങനെ ആ ഉമ്മ രോഗിയായി. ആ ഉമ്മയുടെ രോഗം കാരണം ആ ഉമ്മ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ആളുകളെല്ലാം തടിച്ചുകൂടി. കാരണം ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഇന്നാലിന്റെ ഉമ്മ ഒരു സ്വാലിഹത്തായ പെണ്ണാണെന്ന്. നിസ്കാരവും ഖുറാഅത്തും ദിക്റിലും ഫിക്റിലുമായി അല്ലാഹ് എന്ന ചിന്തയോടെ ജീവിക്കുന്ന ഒരു ഉമ്മയായിരുന്നു അത് എന്ന് എല്ലാവർക്കും അറിയാം. നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടി ഒളിപ്പിച്ചു. കഫൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ ഈ മോന് അപ്പോഴാണ് ചിന്തിക്കുന്നത്, പഴയ വസ്ത്രം അവിടെ വെച്ചിട്ടുണ്ട്, നിസ്കാര കുപ്പായം, അതിലാണ് എന്നെ കഫൻ ചെയ്യേണ്ടത് എന്ന് ഉമ്മാന്റെ വസിയത്തിനിക്കൊണ്ട്. പക്ഷേ കുളിപ്പിക്കുന്നത് അവരുടെ ഉമ്മയുടെ സുഹൃത്തുക്കൾ, സഹോദരിമാരാണ്, അവരുടെ കുടുംബങ്ങളാണ്. അവരെന്താണ് എന്നെ കുറിച്ച് മനസ്സിലാക്കുക? ഞാനൊരു പണക്കാരനല്ലേ, ഞാനൊരു നല്ല പൈസക്കാരനല്ലേ, ഞാൻ ആ പഴയ തുണി എടുത്തിട്ട് നിസ്കാര കുപ്പായം എടുത്ത് എന്റെ ഉമ്മാനെ കഫൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോ കൂടെയുള്ള ആളുകൾ ചിന്തിക്കൂലേ, ഇത്രയും വലിയ ധനാഢ്യനായിട്ട് ഈ ഒരു പഴയ വസ്ത്രമാണോ എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നതെന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ അങ്ങാടിയിലേക്ക് ഓടിപ്പോയി ഏറ്റവും മുന്തിയ തുണിയെടുത്ത് കഫത്തുണി വാങ്ങിയിട്ട് പുതിയത് വാങ്ങിക്കൊണ്ടുവന്നു. ഉമ്മാനെ കഫൻ ചെയ്തോ. അവിടുന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഉമ്മാന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറാവുന്ന കല്ലറയിലേക്ക് ഇറക്കി വെച്ചു. ആ പൊന്നമോനടക്കം എല്ലാവരും ഖബർസ്ഥാനിൽ നിന്ന് പിരിഞ്ഞുപോയി. അന്ന് ഇവന്റെ മനസ്സിലിങ്ങനെ തേടി വരുന്നുണ്ട്, എന്റെ ഉമ്മാന്റെ വസിയത്ത് ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ. ഈ ആലോചനയോടുകൂടെ ആ മനുഷ്യനങ്ങ് കിടന്നുറങ്ങി രാത്രി. ആ ഉറക്കിലതാ ഉമ്മയെ സ്വപ്നം കാണുകയാണ്.
സ്വാലിഹീങ്ങളായ ആളുകളുടെ ആ ആളുകളെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ അതൊരു വാല്യുള്ള സ്വപ്നമാവും. ഇരിക്കട്ടെ, ആ മകനോട് ഉമ്മ പറയുന്നൊരു വാക്കെന്താന്നറിയോ? എന്റെ വസിയത്ത് നിറവേറ്റിയിട്ടില്ലാത്ത, എന്റെ പൊരുത്തം കിട്ടാത്തവനെ, നീ എന്റെ വസിയത്ത് പാലിച്ചില്ലല്ലോ, നിനക്ക് എന്റെ പൊരുത്തം ഇല്ലടാ. ആ മനുഷ്യനവിടുന്ന് ചാടി എഴുന്നേറ്റു. അല്ലാ, എനിക്ക് അല്ലെങ്കിലേ ടെൻഷനാണ്, എന്റെ ഉമ്മയുടെ വസിയത്ത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന്. ഇപ്പോൾ മനാമിന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, നിനക്ക് എന്റെ പൊരുത്തമില്ല. ആ മനുഷ്യനതാ ഓടുകയാണ് ഖബർസ്ഥാനിലേക്ക്. ഉമ്മയെടുത്ത് വെച്ച പഴയ തുണിയെടുത്ത് നിസ്കാര കുപ്പായം എടുത്തുകൊണ്ട് ഖബർസ്ഥാനിലേക്ക് ഓടുകയാണ്. ഓടിയിട്ട് ഉമ്മാന്റെ ഖബറും പുറത്തെത്തിയപ്പോ, അന്ന് രാവിലെ അന്ന് പകല സമയത്ത് ഖബറും പുറത്തിട്ട മണ്ണേ കൈകൊണ്ടിങ്ങനെ വാരി 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 അതേ ഖബറിലതാ മൂടുകല്ല് വരെ ഈ പൊന്നുമോനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് മാന്തി പൊന്നുവാരിക്കളഞ്ഞു. അവസാനം ആ പൊന്നുമോനെ മൂടുകല്ലിൽ നിന്ന് ഒന്ന് എടുത്ത് ഒഴുക്കിയപ്പോ ഉമ്മാനെ ഖബറിൽ കാണുന്നില്ല. നീ എന്ത് ചെയ്യും? ആകെ ബേജാറായി അട്ടഹസിച്ച് കരയലല്ലാതെ ആരോട് പറയാനാ? ഉമ്മാനെ ഖബറിൽ കാണുന്നില്ല. അന്ന് മറവ് ചെയ്ത ഉമ്മാന്റെ മയ്യത്ത് ഖബറിലില്ല. ഇനി എന്ത് ചെയ്യും? നാല് പുറവും നോക്കിക്കരയലല്ലാതെ. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കാണ്. ആരാണ് അറിയൂല, എവിടുന്നാണ് അറിയൂല, ആരാണ് വിളിക്കുന്നത്, ആരാണ് പറയുന്നതെന്ന് അറിയാതെ ഒരു പ്രത്യേക അശരീരി കേൾക്കുന്നു. അറിയൂലേ മനുഷ്യ, നിനക്ക് നമ്മുടെ മാസമാവുന്ന റജബിനെ ആദരിച്ച ഒരാളെ ഖബറിൽ തനിച്ചാക്കൂല. ഖബറിൽ നമ്മൾ തനിച്ചു ഉപേക്ഷിക്കൂല. വാനലോകത്തേക്ക് സ്വർഗലോകത്തേക്ക് ഉമ്മയെത്തിയിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. റജബ് മാസത്തെ ആദരിച്ച ഒരാളും പരാജയപ്പെടില്ല. പണ്ഡിതന്മാരെ കിതാബുകളിൽ എഴുതി വെച്ച ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞതെങ്കിൽ ഞാനും നിങ്ങളും ഓർക്കണം. ഇന്ന് റജബ് 2 ഈ റജബ് മാസത്തെ ആദരിച്ചുകൊണ്ട് മഹാന്മാര് പലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും ചൊല്ലാം. അതുപോലെ എന്ന് പറയുന്നുണ്ട്, സുബഹിന്റെയും മഗ്‌രിബിന്റെയും ശേഷം റജബ് മാസത്തെ ആദരിച്ചുകൊണ്ട് 2 കൈയും മുകളിലേക്ക് വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي എന്നിങ്ങനെ 70 തവണ രാവിലെയും 70 തവണ വൈകുന്നേരവും ചൊല്ലിയാൽ ആ ചൊല്ലിയവന്റെ ശരീരം നരകം സ്പർശിക്കൂല. ഭാഗ്യം തരട്ടെ, തൗഫീഖ് തരട്ടെ. വിശുദ്ധമായ മാസത്തെ ആദരിക്കുന്നത് പോലെ വിശുദ്ധമായ മാസത്തിൽ നമ്മൾ ഒരാളെയും കുറ്റം പറയരുത്.